2020 സിവിലിയൻസ് തന്നെ ഓൺലൈൻ ബാച്ച് ഫസ്റ്റ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ മൂത്താൾക്ക് 6 മാസം. അപ്പൊ ഞാൻ ഫസ്റ്റ് ജോയിൻ ചെയ്യുന്നു. പക്ഷെ അന്ന് എനിക്ക് ഓൺലൈൻ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാനും പറ്റില്ല. ജസ്റ്റ് ചുമ്മാ പിന്നെ സമയം കിട്ടുമ്പോൾ കേൾക്കും അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷെ അന്ന് ഞാൻ കേട്ട ക്ലാസ്സുകളൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇപ്പൊ ജിയാസിന്റെ ക്ലാസ് ഒക്കെ അന്ന് മിസ് പഠിപ്പിച്ച് അതിൽ നിന്ന് ഒത്തിരി മാറി ഇപ്പൊ ഒത്തിരി കുറച്ചുകൂടെ കൂടുതൽ സിലബസ് ഇപ്പൊ കവർ ചെയ്യുന്നുണ്ട്. പക്ഷെ അന്ന് മിസ്സിന്റെ ക്ലാസ്സിലൊക്കെ കേട്ട കാര്യങ്ങൾ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ജസ്റ്റ് കുഞ്ഞിനെ കൊണ്ടാണ് അന്ന് പഠിച്ചത്. പക്ഷെ ഇപ്പൊ എനിക്ക് 2 കുട്ടികളാണ്. ഞാനപ്പൊ ഇവിടെ സിവിലിയൻസ് അപ്പൊ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ ഇളയാൾക്ക് 1.5 വയസ്സായപ്പോ എനിക്ക് ഓഫ്ലൈൻ ബാച്ചേ പറ്റുള്ളൂ. എനിക്ക് ഓൺലൈനിൽ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കൊണ്ടിട്ടില്ല. അപ്പം ക്ലാസ്സിലാണ് എനിക്ക് അപ്പം തന്നെ ഇപ്പൊ ഡൗട്ട് ഉണ്ട്. അപ്പൊ അങ്ങനെ ക്ലിയർ ചെയ്ത് അങ്ങനത്തെ ഒരു ടൈപ്പ് ആളാണ്. ഓൺലൈനിൽ എനിക്ക് സമയം കണ്ടെത്തി ഇരിക്കാൻ ഭയങ്കര മടിയുള്ളത്. അപ്പൊ ഞാനിങ്ങനെ ഇപ്പൊ എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. ഇനി ഓഫ്ലൈൻ കോച്ചിങ് പോയാലും സിവിലിയൻസ് തന്നെ ജോയിൻ ചെയ്യണം എന്നായിരുന്നു എന്റെ ആഗ്രഹം. അപ്പൊ ഞാനാണെങ്കിൽ കുഞ്ഞിന് 1.5 വയസ്സായപ്പോ ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്തു ട്രിവാൻഡ്രത്ത് ബാച്ചില് ജോയിൻ ചെയ്യാൻ നഴ്സറി നിൽക്കുക. അപ്പൊ എനിക്കൊരു വിഷമം, കുഞ്ഞിന് 1.5 വയസ്സാണ്. 1.5 വയസ്സായ കുഞ്ഞിനെ ഇങ്ങനെ വീട്ടിൽ നിർത്തിയിട്ട് വരും ഇതൊക്കെ ഒത്തിരി വിഷമായിരുന്നു. അപ്പം എന്തോ എന്റെ പ്രാർത്ഥന ആയിട്ടാണ് എന്തോന്ന് എനിക്കറിയില്ല. കൊല്ലത്ത് ഇങ്ങനെ ഓൾറെഡി മിസ്മാരെ ഇത് കാണുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന് ബാച്ച് തുടങ്ങുന്നു എന്ന് പറഞ്ഞ് ഇത് കണ്ടപ്പം സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാൻ അപ്പം തന്നെ ഒന്നും ചിന്തിച്ചില്ല. ഞാൻ അപ്പം തന്നെ അച്ഛനോട് പറഞ്ഞു ഇതുപോലെ സിവിലിയൻസ് തുടങ്ങുന്നുണ്ട്, എനിക്ക് ജോയിൻ ചെയ്യണം. അപ്പം പുള്ളി എന്നെ ഫുൾ സപ്പോർട്ടാണ്. അങ്ങനത്തെ അതിൽ ഞാൻ വളരെ ലക്കിയാണെന്ന് ഞാൻ പറയുന്നു. അപ്പൊ പുള്ളിയാണ് ഓക്കെ നീ ജോയിൻ ചെയ്തു. അപ്പൊ ഞാൻ ഉടനെ വീട്ടിൽ വിളിച്ച് പറഞ്ഞു മമ്മി ഞാൻ കുഞ്ഞുങ്ങളെ കൊണ്ട് ഞങ്ങൾ എറണാകുളത്തായിരുന്നു, ഞാൻ ഇങ്ങോട്ട് വരികയാണ്. ഞാൻ ഒരു 6 മാസം 8 മാസം ഞാൻ ഇവിടെ ഉണ്ടാവും. അപ്പൊ എന്റെ കുഞ്ഞിനെ മമ്മി നോക്കണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ എല്ലാം സെറ്റ് ചെയ്ത് ഞാൻ കുഞ്ഞിനെ ഇത് മമ്മിക്ക് സഹായത്തിന് ഒരു ജോലിക്കാരി നിർത്തിയിട്ടാണ് ഒരു മെയ്ഡിനെ ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുത്തു. എന്നിട്ടാണ് ഞാൻ ഇവിടെ പഠിക്കാൻ വന്നത്. അപ്പൊ അത്രയും എഫേർട്ട് എടുത്താണ് ഞാൻ ഇവിടെ പഠിക്കാൻ വന്നത്. പിന്നെ വീട്ടിൽ ചെല്ലുമ്പോ ഇവിടെ ഇപ്പൊ ഇത്രയും മണിക്കൂർ നമ്മളിവിടെ ഇരുന്നിട്ട് പിന്നെ വീട്ടിൽ ചെന്നിട്ട് രാത്രി പഠിക്കാന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം രാവിലെ 2 മണിക്ക് 3 മണിക്കൊക്കെ എണീറ്റായിരുന്നു പഠിക്കുന്നത്. എനിക്ക് അതേ സമയമുള്ളായിരുന്നു. അപ്പൊ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ശ്രമിച്ച് പഠിച്ചു. പക്ഷെ ഒത്തിരി കവർ ചെയ്യാൻ പറ്റി. ഇനിയും പഠിക്കാനുണ്ട്. ഇനി ഇവിടെ തന്നെ വന്ന് പഠിക്കണം. 1 വർഷം ഇതിനു വേണ്ടി ഇത് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ പക്ഷെ വളരെ സന്തോഷം വീണ്ടും സിവിലിയൻസ് വരാൻ പറ്റി. ഈവൻ എല്ലാ ക്ലാസ്സും ആനന്ദ് സാറിന്റെ ആവട്ടെ, ആനന്ദ് സാറിന്റെ ക്ലാസ്സിൽ പേടിയാണ്, എല്ലാവർക്കും പേടിയാണ്. പക്ഷെ സാറ് FM സാർ അല്ലാതെ വേറെ ആര് പഠിപ്പിച്ചാലും നമ്മൾ പഠിക്കില്ല. അത് 100% ഉറപ്പുള്ള കാര്യമാണ്. എന്താ ജിഷ്ണു സാറാവട്ടെ, സുജി സാറാവട്ടെ, ജിവാ മിസ് ആവട്ടെ, എല്ലാവരും ഗോകുൽ സാറാവട്ടെ, എല്ലാവരും ക്ലാസ്സിൽ ഒന്നിനൊന്ന് മികച്ചതാണ്. ഒരു കുറ്റമില്ല അവരെ പറ്റി. കാരണം അവര് നമ്മളെക്കാൾ എഫേർട്ട് ഇട്ടാണ് അവര് പഠിപ്പിക്കുന്നത്. അവരെപ്പോഴും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. നമുക്ക് ഒരുപാട് ടിപ്സ് പറഞ്ഞുതരാം, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം. അതൊക്കെ ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം എന്റെ വലിയൊരു ആഗ്രഹമാണ് ഈ ബാച്ചിലുള്ള എല്ലാവരും ഗവൺമെന്റ് ജോലി കയറട്ടെ, എല്ലാവരും ഓരോരുത്തർക്കാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പം ഹാപ്പി, സന്തോഷം. Start your preparations for engineering competitive exams from top educators. Learn from the best.